നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്താ 1600 റുപ്യ ആയിപ്പോയി. എന്താ 1600 റുപ്യ ആയിപ്പോയി? എല്ലാവർക്കും 2000 റുപ്യ കൊടുത്തിനല്ലോ. പിന്നെ ഞങ്ങൾക്ക് എന്താ 1600 ആയിപ്പോയി? എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് എല്ലാ പെൻഷനും കൊടുത്തോളണം. വീട് ദേശം കേൾക്കാനാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേൾക്കാൻ തന്നെയാണ് പറയുന്നത്. ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പെൻഷൻ കൊടുക്കുന്നെങ്കിൽ അത് എല്ലാവർക്കും എത്ര ആൾക്കാരുണ്ടോ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതുപോലെ ഏതെല്ലാം ബോർഡുണ്ടോ, 60 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കെല്ലാം ഒരേ പെൻഷൻ. അതാണ് നിങ്ങളുടെ നിയമം. ആ നിയമത്തിനനുസരിച്ചിട്ട് 3000 റുപ്യ പെൻഷനാണ് ഇനി വരുന്നെങ്കിൽ ആ 3000 റുപ്യ പെൻഷൻ എത്തണം. അത് പിന്നെ ഈ നിർമ്മാണ തൊഴിലാളിയെ വകതിരിക്കാൻ വേണ്ടി പാടില്ല. 1600 റുപ്യാണ് ഇപ്പോൾ പെൻഷൻ കിട്ടീനി. അതേമാതിരി തന്നെ കഴിഞ്ഞ പിന്നെ പിണറായി ഗവൺമെൻറ് ഇറങ്ങിപ്പോകുമ്പോൾ 1600 റുപ്യ തന്നു. ഇതിൽ വകുപ്പ് അറിയണം. വകുപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ക്യാൻസൽ ചെയ്തിട്ട് ഈ വാർദ്ധക്യ പെൻഷന് കൊടുത്തരാം. അല്ല, നിങ്ങൾ എല്ലാവർക്കും ഒരേ പെൻഷനാണ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പെൻഷൻ കൊടുക്കണം. ഈ തട്ടിപ്പൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട.